ആവേശക്കൊടുമുടിയിൽ ഇന്ന് ഇന്ത്യ പാക് ഫൈനൽ. കിരീടം നിലനിർത്തി 9ാം ചാമ്പ്യനാകാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഏഷ്യാകപ്പിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലായിരിക്കും പാകിസ്ഥാൻ. ഇന്ന് രാത്രി 8-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് പൊടിപാറുന്ന കലാശപ്പോര്. ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ക്രിക്കറ്റ് ആരാധകർ ഏവരും കാത്തിരിക്കുന്ന ഒരു ഫൈനലാണ് ഇന്നിപ്പോൾ നടക്കാനിരിക്കുന്നത്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെ പങ്കുവയ്ക്കാം? സ്റ്റേഡിയത്തിൽ ഈ ചരിത്ര പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അല്പസമയം മുമ്പാണ് കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങിയത്. അതിനു മുമ്പ് സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ള പരിശോധന, അതേപോലെ അതിൻ്റെ ഉദ്യോഗസ്ഥർ ഒക്കെയാണ് സ്റ്റേഡിയത്തിലേക്ക് കയറിപ്പോയത്. ഇന്ത്യ പാക് പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കാരണം പാക് ആരാധകരും ഇന്ത്യൻ ആരാധകരും ഒക്കെ കൂട്ടത്തോടെ ഈ വേദിയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷ ഈ സ്റ്റേഡിയത്തിന് ചുറ്റും ഒരുക്കിയിട്ടുണ്ട്. 41 വർഷത്തെ ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ, അതായത് 2 ആഴ്ചയുടെ വ്യത്യാസത്തിൽ 3 ഇന്ത്യ പാക് മത്സരങ്ങളാണ് ഇപ്പോൾ ദുബൈയിൽ അരങ്ങേറുന്നത്. അതിൽ 2ലും പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് കപ്പിലേക്ക് ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. ആകെ ഒരു ആശങ്ക എന്നുള്ളത് ഈ മത്സരത്തിൽ എല്ലാം തിളങ്ങിയിരുന്ന അഭിഷേക് ശർമ്മയുടെയും അതേപോലെ തന്നെ പാണ്ഡ്യയുടെയും പരിക്കാണ്. ഇവർ കളത്തിലിറങ്ങും എന്ന് തന്നെയാണ് മാനേജ്മെന്റ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ചെറിയ ആശങ്കയുടെ നിഴൽ വീഴ്ത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യൻ ടീം ഉള്ളത്. 9ാമത്തെ കപ്പ് ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. 8 തവണ ഇന്ത്യ ഏഷ്യ കപ്പിലെ ചാമ്പ്യന്മാരായിട്ടുണ്ട്. 2 തവണ മാത്രമാണ് പാകിസ്ഥാന് കപ്പ് നേടാനായിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയത് ശ്രീലങ്കയാണ്. അപ്പോൾ നിലവിലെ ചാമ്പ്യനായ ഇന്ത്യ കപ്പ് നിലനിർത്താനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അമൃത.